ഉച്ചക്കത്തേക്ക് നമുക്ക് അടിപൊളി മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കിയാലോ. മാങ്ങ നന്നായി കഴുകിയെടുത്ത് അതിൻ്റെ മൂക്ക് ചെത്തി അതിൻ്റെ തൊലിയെല്ലാം ഇരിഞ്ഞെടുത്ത് നമ്മൾ ചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട്. പച്ചമുളക്, കറിവേപ്പ്, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം ചേർത്ത് അതിന് പാകത്തിന് വെള്ളം ചേർത്ത് നമ്മൾ അടുപ്പിൽ തീ വറ്റിച്ച് അടുപ്പിലേക്ക് വെച്ചേക്കുകയാണ്. ഇനി അതൊന്ന് അടച്ച് വെക്കണം, അല്ലെ ചാരമൊക്കെ കയറുമല്ലോ, അതുകൊണ്ട് നമ്മൾ അടച്ച് വെച്ചിരിക്കുകയാണ്. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് തൈരും കൂടി ചേർത്തെടുത്ത് അത് ഒന്നുകൂടി അരച്ചെടുക്കുക. ഇപ്പം നമ്മുടെ മാങ്ങ വെന്ത് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് അടിക്കൊക്കെ പിടിച്ച് അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടുപ്പിലും കൂടി ആയതുകൊണ്ട് നമ്മൾ അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും തൈരും എല്ലാം കൂടി ചേർത്ത് കൊടുത്തു. കടുക് താളിക്കുകയാണ്. കടുകിട്ടു. കടുകിന് ശേഷം ഞാൻ ഉലുവയാണ് ഇട്ടത്. പിന്നെ വറ്റൽമുളക് ഇട്ടു. അതിന് ശേഷം ഉള്ളി ചേർത്ത് കൊടുത്തു. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മളിത് കടുക് താളിച്ചെടുത്തിരിക്കുകയാണ്. കടുക് അതിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കിയെടുക്കണം കേട്ടോ. ഇതാ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി തയ്യാറായിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്. എല്ലാവരും ഉച്ചയ്ക്ക് ഇതെടുത്തങ്ങോട്ട് കഴിച്ചോ. അടിപൊളി.